Hello, good afternoon. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി. അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൾട്ടി കറൻസി എന്ന് പറയുന്ന അനദർ ടോപ്പിക് ആണ്. ഓക്കെ, മൾട്ടി കറൻസി. ഇപ്പൊ വീഡിയോ ഓണാക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കി വെക്കുക. ഓണാക്കി തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് പറ്റുക. അപ്പൊ മൾട്ടി കറൻസി എന്നുള്ള ടോപ്പിക് ഫസ്റ്റ് ടൈം ആയിരിക്കില്ല നമ്മൾ കേൾക്കുന്നത് അല്ലെ. മൾട്ടി കറൻസി നമ്മൾ ഓൾറെഡി ടാലിയിലൊക്കെ പരിചയപ്പെട്ടതാണ്. സെയിം സംഭവം തന്നെയാണ്, വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ SAP-യിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് കുറെ കറൻസികളുണ്ട്. അതായത് കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കറൻസികളുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന 3 ടൈപ്പ് ഏതൊക്കെയാണ് ആദ്യം. ഓക്കെ, മെയിൻ ആയിട്ട് വരുന്ന 3 ടൈപ്പ് ഓഫ് കറൻസി. അതിൽ ഒന്നാമത്തേതാണ് ലോക്കൽ കറൻസി, അതല്ലെങ്കിൽ കമ്പനി കോഡ് കറൻസി എന്ന് പറയും. ഓക്കെ, ടൈപ്സ് ഓഫ് കറൻസിയിൽ ഫസ്റ്റ് വൺ ആണ് ലോക്കൽ കറൻസി ഓർ കമ്പനി കോഡ് കറൻസി. ഈ ലോക്കൽ കറൻസി അല്ലെങ്കിൽ കമ്പനി കോഡ് കറൻസി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ കമ്പനി കോഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന കറൻസിനെയാണ് ലോക്കൽ കറൻസി എന്ന് പറയും. നമ്മളിപ്പോ ഒരു കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്പനി കോഡിൽ ഏത് കറൻസി ആണോ കൊടുത്തിരിക്കുന്നത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ലോക്കൽ കറൻസി എന്ന് പറയുന്നത്. ഇപ്പൊ ദാറ്റ് മീൻസ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ റോമൻ ലോജിസ്റ്റിക്സ് ആയാലും ഇതുപോലെ ചെയ്തിരിക്കുന്ന കേസ് സ്റ്റഡിയിലെ ആയാലും ഏതായാലും നമ്മൾ ചെയ്തിരിക്കുന്നത് INR-ലാണ് അല്ലെ. നമ്മൾ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കമ്പനി രീതിയിൽ INR ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ INR ആണ് നമ്മളുടെ ലോക്കൽ കറൻസി വരുന്നത്. INR ആണ് നമ്മളുടെ ലോക്കൽ കറൻസി. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കറൻസി എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ കറൻസി ആണ് ഗ്രൂപ്പ് കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് കറൻസി. ഗ്രൂപ്പ് കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ കോർപ്പറേറ്റ് ഗ്രൂപ്പ് ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏത് കൺട്രിയിലാണോ ആ കൺട്രിയുടെ കറൻസിനെയാണ് ഗ്രൂപ്പ് കറൻസി എന്ന് പറയുന്നത്. എന്താണ് നമ്മളുടെ എൻറ്റയർ കോർപ്പറേറ്റ് ഗ്രൂപ്പ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കൺട്രിയിലെ കറൻസിനെയാണ് കോർപ്പറേറ്റ് ഗ്രൂപ്പ് കറൻസി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണമായിട്ട് ഒന്ന് ലോക്കൽ കറൻസി, രണ്ടാമത് ഗ്രൂപ്പ് കറൻസി. ഇനി മൂന്നാമത്തേതാണ് ട്രാൻസാക്ഷൻ കറൻസി ഓർ ഡോക്യുമെന്റ് കറൻസി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ കറൻസി ഓർ ഡോക്യുമെന്റ് കറൻസി അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നതാവും. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതാവാം. അപ്പൊ ആ ഒരു പാർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്ന കൺട്രിയിലെ കറൻസിനെയാണ് ട്രാൻസാക്ഷൻ കറൻസി അല്ലെങ്കിൽ ഡോക്യുമെന്റ് കറൻസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ കമ്പനി ചില ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, അതേപോലെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ പർച്ചേസ് സെയിൽ നമ്മൾ നടത്തുന്നുണ്ടാവും. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ടറുടെ കറൻസി, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടറുടെ കറൻസി. അപ്പൊ ആ ഒരു കറൻസി നമ്മൾ അതിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ കറൻസി ഓർ ഡോക്യുമെന്റ് കറൻസി. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടുന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ കറൻസി നോക്കും. അതേപോലെ തന്നെ സെയിൽ ചെയ്യുമ്പോൾ അവരുടെ കറൻസി നമ്മൾ നോക്കും. അപ്പൊ അതാണ് എന്താ പറയാ ട്രാൻസാക്ഷൻ ഓർ ഡോക്യുമെന്റ് കറൻസി. ഇതുപോലെ ഡിഫറെന്റ് ഒരുപാട് ടൈപ്സ് ഓഫ് കറൻസീസ് ഉണ്ട്. അതിൽ മെയിൻ 3 ടൈപ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ലോക്കൽ കറൻസി, ഗ്രൂപ്പ് കറൻസി, അതുപോലെ ട്രാൻസാക്ഷൻ കറൻസി. ഓക്കെ, ഇതാണ് ജസ്റ്റ് ബേസിക്കലി കറൻസീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് മൾട്ടി കറൻസി ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കോൺഫിഗറേഷൻസ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടില്ല. മൾട്ടി കറൻസി നമ്മൾ ഓൾറെഡി ചെയ്ത് വരുന്നതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ കുറച്ച് കോൺഫിഗറേഷൻ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. നോട്ട് ചെയ്ത് പോവാം. ഹെഡിങ് കൊടുക്കാം മൾട്ടി കറൻസി. ഓക്കെ, അപ്പൊ എന്താണ് മൾട്ടി കറൻസി എന്നുള്ളത് കൂടെ പറയും. മൾട്ടി കറൻസി നമ്മളിപ്പോ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. നമ്മൾ എന്താണ് ചിലപ്പോൾ നമ്മളുടെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മളുടെ കറൻസിയിൽ തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മൾ വേറൊരു രാജ്യത്തെ കറൻസിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വെക്കുക മൾട്ടി കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ചെക്ക് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് OB07 ആണ്. ഇതാണ് നമുക്ക് ആദ്യം ചെയ്യാനായിട്ടുള്ളത്. ഹെഡിങ് കൊടുക്കുക ചെക്ക് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് OB07.
ചെക്ക് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് OB07. ചെക്ക് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് OB07. ഓക്കെ, അപ്പൊ എന്താണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാല്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ഫോറിൻ കറൻസിയിൽ നിന്ന് നമ്മുടെ കറൻസിയിലേക്ക് ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂവിനെ നമ്മൾ പറഞ്ഞ പേരാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫോറിൻ കറൻസിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് ആ ഒരു കറൻസി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ കിട്ടുന്ന വാല്യൂ നമ്മൾ പറയുന്ന പേരാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് $1 is equal to 90 Indian rupees അല്ലെങ്കിൽ 95 Indian rupees എന്ന് പറയുന്നത് എന്താണ്? അത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതായത് ഒരു USD ഡോളറിനെ നമ്മൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് Indian rupee 95 ആണ്. അപ്പൊ ആ ഒരു ഇതാണ് എന്താ പറയാ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തതിന് മുമ്പ് എത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ് നോക്കിയിട്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതാണ് OB07. അപ്പൊ നമ്മൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പിൽ കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഓരോ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് ഇന്ന് 92 ആണ് വിചാരിക്കുക. US ഡോളർ Indian rupee 95 ആണ്. 92 ഒരു 2 മാസം കഴിഞ്ഞപ്പോ അത് 93 ആയിരുന്നു വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വേണം ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാനായിട്ട്. ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് മെൻഷൻ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഓരോ എക്സ്ചേഞ്ച് ടൈപ്പിലായിരിക്കും. ഓക്കെ, ഈ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത് ഓരോ എക്സ്ചേഞ്ച് ടൈപ്പിലാണ്. അപ്പൊ ഈ എക്സ്ചേഞ്ച് ടൈപ്പ് എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ട് 3 ടൈപ്പുകളോട് തന്നിട്ടുണ്ട്. ഒന്ന് ബൈയിങ് റേറ്റ്, ഒന്ന് സെല്ലിംഗ് റേറ്റ്, ഒന്ന് ആവറേജ് റേറ്റ്. അതായത് നമ്മളിപ്പോ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് നേച്ചർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ബൈയിങ് റേറ്റ് പറഞ്ഞാൽ ആ ഒരു നേച്ചറിൽ വരുന്നതിനെല്ലാം നമ്മൾ ബൈയിങ് റേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, ആ ഒരു ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതേപോലെ സെല്ലിംഗുമായിട്ട് റിലേറ്റ് ചെയ്തതിന് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, സെല്ലിംഗ് റേറ്റ്, ആവറേജ് റേറ്റ്. അങ്ങനെ എന്താണ് ഓരോരുത്തരും നേച്ചർ അനുസരിച്ച് ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും നേച്ചർ അനുസരിച്ച് ഓരോന്നിനും ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ്. ഇവിടെ 3 റേറ്റ് ടൈപ്പുകളാണ് മെയിൻ ആയിട്ടുള്ളത്: ബൈയിങ് റേറ്റ്, അതുപോലെ സെല്ലിംഗ് റേറ്റ്, ആവറേജ് റേറ്റ്. ഈ ബ്രാക്കറ്റിൽ തന്ന ബൈയിങ് റേറ്റിന്റെ ബ്രാക്കറ്റ് G എന്നാണ് അല്ലെ. ഇത് എന്താണ്? ബൈയിങ് റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് G. B എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. M എന്ന് പറഞ്ഞാൽ ആവറേജ് റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ് വരുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ബൈയിങ് റേറ്റ് G, അടുത്ത സെല്ലിംഗ് റേറ്റ് B, ആവറേജ് റേറ്റ് M. അത് എഴുതിക്കോളൂ. ബൈയിങ് റേറ്റ് G, സെല്ലിംഗ് റേറ്റ് B, ആവറേജ് റേറ്റ് M. അതായത് സെയിം നേച്ചർ അനുസരിച്ച് നമ്മൾ കാറ്റഗറൈസ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ആവശ്യം വരുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ആവറേജ് ടൈപ്പ് M ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും അത് ഉപയോഗിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഫുൾ ഉപയോഗിക്കാൻ പോകുന്നത് ആവറേജ് റേറ്റ് M ആണ്. ആവറേജ് റേറ്റ് എമ്മിലാണ് നമുക്ക് ഇനി വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ കോഡ് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാനായിട്ടില്ല. ഈ ടൈപ്പ് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. നമ്മളത് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് എന്താ ഇങ്ങനെ നമുക്ക് ടൈപ്പുകളുണ്ട്. ഈ 3 ടൈപ്പുകളാണുള്ളത് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് എന്ത് ചെയ്യേണ്ട? ഈ ഒരു ട്രാൻസാക്ഷൻ കോഡ് ഒന്നും ചെയ്യാനായിട്ടില്ല. ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് ചെയ്യാനായിട്ടൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിഫൈൻ ട്രാൻസ്ലേഷൻ റേഷ്യോ. ഡിഫൈൻ ട്രാൻസ്ലേഷൻ റേഷ്യോ അടുത്ത സ്റ്റെപ്പ്.
നമുക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാനുണ്ട്. ഡിഫൈൻ ട്രാൻസ്ലേഷൻ റേഷ്യോ. ഇപ്പം നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കും. ഡിഫൈൻ ട്രാൻസ്ലേഷൻ റേഷ്യോ OBBS. OBBS ഡിഫൈൻ ട്രാൻസ്ലേഷൻ റേഷ്യോ. OBBS. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏത് കറൻസിന്ന് ഏത് കറൻസിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, എത്രയാണ് റേഷ്യോ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സിസ്റ്റർ അത് ചെയ്ത് നോക്കാം. OBB7. ഓക്കെ, OBB7 എടുക്കാം. സോറി, OBBS എടുക്കാം. OBBS എടുത്തു. ജസ്റ്റ് ഒരു വാർണിംഗ് മെസ്സേജ് വരും, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ, എസ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ന്യൂ എൻട്രീസ് എടുക്കുക. ന്യൂ എൻട്രീസ് എടുത്തു. എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ആവറേജ് റേറ്റ് ടൈപ്പ് ആണ് നമ്മൾ കൊടുക്കുന്നത്. റേറ്റ് ടൈപ്പ്, എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് എന്ന് കൊടുക്കുക. ആവറേജിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എം കൊടുക്കുക. ആവറേജിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എം കൊടുത്തു. ഫ്രം എന്നുള്ളത് നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത് US ഡോളർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ USD എന്ന്. ഓക്കെ, ടു ഇന്ത്യൻ കറൻസി കൊടുത്തു. ഫ്രം US ഡോളർ കൊടുത്തു ടു ഇന്ത്യൻ കറൻസി കൊടുത്തു. വാലിഡ് ഫ്രം ഇന്നത്തെ ഡേറ്റ് കൊടുക്കണം, 27/1/2026. ഇനി റേഷ്യോ 1:1 കൊടുക്കാം. റേഷ്യോ 1:1 ഇത്രയാണ് കൊടുക്കുന്നത്. അതായത് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് എം എന്ന് കൊടുത്തു. ഫ്രം ഏത് ഡോളറിന് ഏത് ഡോളറിലേക്ക്, USD നിന്ന് INR-ലേക്ക്, ഇന്നത്തെ ഡേറ്റ്, റേഷ്യോ ഫ്രം റേഷ്യോ 1:1. ഓക്കെ, എത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. ന്യൂ എൻട്രീസ് കൊടുത്ത് ഇതൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കാം. നോട്ട് ചെയ്തോളൂ കേട്ടോ. എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് എടുത്തു. ഫ്രം ടു വാലിഡ് ഫ്രം എന്നുള്ളത് കറന്റ് ഡേറ്റ് കൊടുത്തു. റേഷ്യോ ഫ്രം റേഷ്യോ, എന്നിട്ട് ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം ഡിഫൈൻ ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേഷൻ 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 റേഷ്യോ. സേവ് ചെയ്യാം. ഓക്കെ, അതവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് വരാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നിങ്ങൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തില്ലേലും കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഇതിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഒരു മാൻഡേറ്ററി ഫീൽഡ് അല്ല ഈ ഒരു ക്രിയേഷൻ. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് വരാം. അടുത്തത് ഡിഫൈൻ എക്സ്ചേഞ്ച് റേറ്റ് ഫോർ കറൻസീസ് OB08. Define exchange rate for currencies OB08. Define exchange rate for currencies OB0. ഇവിടെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത്
$1 is equal to ഇത്ര ഇന്ത്യൻ റുപ്പി. ആ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ ഇന്ന് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു റേറ്റ് ആയിരിക്കും 92.23 ആയിരിക്കും. ചിലപ്പോൾ അടുത്ത ദിവസം അത് 92.36 ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 38 ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 95 ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. OB08 വന്നിട്ട് എന്താണ് എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തു എന്നൊക്കെ അതവിടെ കഴിയുന്നില്ല, അതായത് അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇന്ന് കറണ്ട് റേറ്റ് എത്രയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് കറണ്ട് റേറ്റ് എത്രയാണെന്ന് നോക്കാം. എന്താണ് നമ്മുടെ ഓക്കെ കറണ്ട് വന്നിരിക്കുന്നത് 91.71 ആണ്. ഓക്കെ 91.71 നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 7 അല്ലേ, അപ്പൊ 92 എന്നാക്കാം. ഓക്കെ 92 എന്നാക്കാം കേട്ടോ. 91.7 ആണ്. അപ്പൊ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. OB08 OB08 എടുക്കാം. ഓക്കെ OB08 എടുത്തു. ന്യൂ എൻട്രീസ് എടുക്കാം. ന്യൂ എൻട്രീസ് എടുക്കാം. എക്സ്ചേഞ്ച് റേറ്റ് M കൊടുക്കാം. വാലിഡ് ഫ്രം എന്നുള്ളത് കറണ്ട് ഡേറ്റ് കൊടുക്കാം. ഇന്നത്തെ ഡേറ്റ് വാലിഡ് ഫ്രം എന്നുള്ളത് ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. ഓക്കെ എന്നിട്ട് ഫ്രം എന്നുള്ളത് US ഡോളർ കൊടുക്കാം. USD ഫ്രം USD. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഡയറക്റ്റ് കോൺട്രാക്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കോളത്താണ്. കറണ്ട് ഡേറ്റ് 92 ആണ് നമ്മൾ കണ്ടു. 91.72 ആണ്. അപ്പൊ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 92 ആക്കാം. അപ്പൊ ആ ഒരു കറണ്ട് കോൺട്രാക്ട് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ കൊടുത്ത് കറണ്ട് ഡേറ്റ് എത്രയാണോ അതിവിടെ മെൻഷൻ ചെയ്തു. എന്നിട്ട് 2 എന്നുള്ളത് ഇന്ത്യൻ INR കൊടുക്കുക. ഓക്കെ എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് ആവറേജ് സെലക്ട് ചെയ്ത് കൊടുക്കും. വാലിഡ് ഫ്രം കറണ്ട് ഡേറ്റ് കൊടുത്തു. ഫ്രം USD ഡയറക്റ്റ് കോട്ട് അത് 92 ആണ് അത് കൊടുത്തു. ടു ഇന്ത്യൻ റുപ്പി. ഓക്കെ ഇത്രയാണ് നമുക്ക് ഫിൽ ചെയ്യാനായിട്ടുള്ളത്. നോട്ട് ചെയ്തു. ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തതനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം. ഒറ്റ പ്രാവശ്യം ചെയ്തു എന്നർത്ഥത്തിയില്ല. എക്സ്ചേഞ്ച് റേറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിട്ടുണ്ട്. ഓക്കെ ഇനി എന്ത് ചെയ്യാം, നമുക്ക് നേരെ സേവ് ചെയ്യാം. Define exchange rate define ചെയ്ത് കഴിഞ്ഞു. ഓക്കെ സേവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് സെറ്റ് എക്സ്ചേഞ്ച് ടൈപ്പ് ഇൻ ഡോക്യുമെന്റ് ടൈപ്പ്. അടുത്ത കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് സെറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് ഇൻ ഡോക്യുമെന്റ് ടൈപ്പ് OB7. Set the exchange rate type in document type OB7. ഇങ്ങനെ വേണം നമുക്ക് ഇമെയിലില് ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. ക്ലിയർ ആയോ? ഇമെയിലിൽ നമ്മൾ വൺസ് OB7 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഓരോ ഡോക്യുമെന്റ് ടൈപ്പ് എടുത്തിട്ട് അത് SA, AZ ഓരോ ഡോക്യുമെന്റ് ടൈപ്പ് എടുത്തിട്ട് നമ്മൾ നമ്പർ റേഞ്ച് സെറ്റ് ചെയ്തിട്ട് ആ സെയിം സംഭവം തന്നെ. അതായത് ആ ഡോക്യുമെന്റ് ടൈപ്പ് നമ്പർ റേഞ്ച് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്താണ് OB7. ഇത് ഓൾറെഡി ചെയ്തതാണ്, നമുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. OB7 എടുക്കാം. അതില് പൊസിഷൻ എടുക്കുക. SA എടുക്കാൻ വേണ്ടി നമുക്ക് കാണാൻ പറ്റും. അത് ഓൾറെഡി ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ചെയ്തെടുക്കാം. ഇതുണ്ടോ ഇവിടെ ഡീഫോൾട്ട് വാല്യൂസ് എന്നുള്ളത് എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് ഫോർ ഫോറിൻ കറൻസി ഡോക്യുമെന്റ് എന്നുള്ളത് നമ്മുടെ എന്താണ് ആവറേജ് കറൻസിയുടെ കിടപ്പുണ്ട്. ആവറേജ് റേറ്റ് കറൻസി ആവറേജ് റേറ്റിന്റെ എമൗണ്ട് അതോടെ അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെയും അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്താൽ മതി.
ഇവിടെ ആവറേജ് റേറ്റ് വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ആവറേജ് റേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്തിടുക, അത്രേ ഉള്ളൂ. ഓക്കെ, ആവറേജ് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് OBS വരിക, പൊസിഷൻ എടുക്കുക, ഡോക്യുമെന്റ് ടൈപ്പ് എസ്എ കൊടുക്കുക. ദെൻ അതില് എസ്എ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് ഫോർ ഫോറിൻ കറൻസി ഡോക്യുമെന്റ്സ് ഉള്ളത്. അതായത് നമ്മുടെ ആവറേജ് റേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതവിടെ ഓക്കെ ആണ്, നമ്മൾ അത് ചെയ്യേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ കോൺഫിഗറേഷൻ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെൻസസിന് ജേർണൽ എൻട്രി നോക്കാം. ഓക്കെ, ആദ്യം നമുക്കൊരു എക്സ്പെൻസസിന് ജേർണൽ എൻട്രി നോക്കാം. അപ്പൊ നമ്മൾ നോർമലി എക്സ്പെൻസസിന് ചെയ്യാറുള്ളത് F-02 അല്ലെ. അതേപോലെ നമുക്ക് ഇവിടെയും വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഒരു റെന്റിന്റെ പേയ്മെന്റോ ആയിട്ട് നമുക്ക് ചെയ്യാം. റെന്റിന്റെ പേയ്മെന്റ് ചെയ്യാം. ഒരു റെന്റിന്റെ പേയ്മെന്റ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു എന്താണ് ചെയ്യുന്നത്, റെന്റ് എത്രയാണ്, ഒരു എത്ര 1000 രൂപ റെന്റ് കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, 1000 രൂപ, 1000 രൂപയല്ല, $1000 എന്താണ് നമ്മൾ റെന്റ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് പോയത്. ബാങ്കിൽ നിന്ന് 1000 രൂപ, 1000 എന്താണ് $US പേ ചെയ്തായിട്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ, റെന്റ് 1000 ആണ്, ബാങ്ക് ത്രൂ ആ പേയ്മെന്റ് പോയതായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പൊ നോർമലി തന്നെ നമ്മൾ F-02 വരാം. ഓക്കെ, F-02 ഡോക്യുമെന്റ് ഡേറ്റ് കൊടുക്കുക 27/1/2026. ഇതിൽ മാറ്റമൊന്നുമില്ല. ഡോക്യുമെന്റ് ടൈപ്പ് കൊടുക്കുക, കമ്പനി കോഡ്. ഇനി ഇവിടെ കറൻസി എന്നുള്ളിടത്ത് നമ്മൾ കറൻസി ഏതാണോ അത് മെൻഷൻ ചെയ്യണം. അതായത് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന കറൻസി വേണം മെൻഷൻ ചെയ്യാനായിട്ട്. നമ്മൾ US കൊടുക്കുന്നത്, അപ്പം അവരുടെ കറൻസി വേണം ഇവിടെ മെൻഷൻ ചെയ്യാൻ. അത്ര നമ്മൾ INR കൊടുത്താണ് പോയിക്കൊണ്ടിരുന്നത്, കാരണം അത് കേരളം ആയതുകൊണ്ടാണ് നമ്മൾ INR കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ എന്ത് ചെയ്യണം, നമ്മൾ USD വേണം മെൻഷൻ ചെയ്യാനായിട്ട്. ഇനി വേണമെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ OB0 പോയി ചെയ്യണമെന്ന് നിർബന്ധമില്ല. പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി പോസ്റ്റിംഗ് റെന്റ് ആണ് വരുന്നത് അല്ലെ. 40 ചെയ്ത് റെന്റിന് ഡെബിറ്റ് ചെയ്യണം. റെന്റിന് ഡെബിറ്റ് ചെയ്തു, എൻ്റർ അടിക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഇവിടെ എമൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ കറൻസിയിലുള്ള എമൗണ്ട് അല്ല കൊടുക്കേണ്ടത്, പകരം US എമൗണ്ട് വേണം കൊടുക്കുന്നത്. അപ്പൊ 1000 എന്ന് പറയുന്നത് എന്താണ്, US ആണ്. അപ്പൊ ആ 1000 എന്നുള്ള എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, US എമൗണ്ട് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബിസിനസ് ഏരിയ കൊടുക്കുക, ടെക്സ്റ്റ് കൊടുക്കുക, സാലറി പെയ്ഡ് അല്ലെ, റെന്റ് പെയ്ഡ് കൊടുക്കും. ഓക്കെ, ഇവിടെ എമൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, US എമൗണ്ട് വേണം കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യാം, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാം. ബാങ്ക് പേയ്മെന്റ് പോകുന്നു, എമൗണ്ട്, ബിസിനസ് ഏരിയ, ടെക്സ്റ്റ്. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇതാ നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് $1000 എന്ന് പറയുന്നത് 92,000 ആണ് ഇന്ത്യൻ റുപ്പിയിലേക്ക്. ആണ് ഇവിടെ INR വന്നിട്ടുണ്ട്. 1000 USD എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയിൽ അത് 92,000 ആണ്. ഓക്കെ, അതിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നേരെ സേവ് ചെയ്യാം. ഡോക്യുമെന്റ് 1028 വാസ് പോസ്റ്റ്. എന്തൊക്കെ ഡിഫറൻസ് വന്നത്, നമ്മളിവിടെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ നേരത്ത് കറൻസി റേറ്റ് കൊടുക്കുന്ന സമയത്ത് അവരുടെ കറൻസി ആയിരിക്കണം കൊടുത്തിട്ടുണ്ടാവേണ്ടത്. അതേപോലെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എമൗണ്ട് കൊടുക്കേണ്ടത് US അല്ലെങ്കിൽ ആ ഫോറിൻ കറൻസിയിൽ വേണം നമ്മൾ എമൗണ്ട് കൊടുക്കാൻ. നമ്മുടെ കറൻസിയിലല്ല കൊടുക്കുന്നത്, ഫോറിൻ കറൻസിയിൽ വേണം കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു നോർമൽ എക്സ്പെൻസിന്റെ പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ എക്സ്പെൻസിന്റെ പേയ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഈ രണ്ട് ചേഞ്ചസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇനി പർച്ചേസും സെയിലും ഒക്കെ വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് മീൻസ് ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്തു, ഈ മാസം 1-ാം തീയതി നമ്മളൊരു പർച്ചേസ് നടത്തി. ഓക്കെ, 1-ാം തീയതി നമ്മളൊരു പർച്ചേസ് നടത്തി.
പർച്ചേസ് ആക്കാണ്. US നമുക്ക് പർച്ചേസ് ചെയ്യാം. ഏകദേശം നമുക്ക് ഓക്കെ 1000 തന്നെ $1000 പർച്ചേസ് ആണ് നമ്മൾ നടത്തിയത്. ആ സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് 91 ആണെന്ന് വിചാരിക്കാം. ആ സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് 91 ആണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 91 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ വരും. ടോട്ടൽ നമ്മൾ എത്ര പേ ചെയ്യാം? നമുക്ക് 91,000 നമുക്ക് പേ ചെയ്യാം. ഓക്കെ, 91,000 ആണ് നമ്മൾ 1-ാം തീയതി പർച്ചേസ് ചെയ്തതനുസരിച്ച് നമുക്ക് ഇന്റർവ്യൂ 91,000 കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് $1,000 എത്തുള്ളൂ. എന്നാൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് 2 ദിവസം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്. അത് 27-ാം തീയതി ഇന്നാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. ഇന്നാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. സെയിം എമൗണ്ട് 1000 തന്നെയാണ് പേയ്മെന്റ് കൊടുക്കാറുള്ളത്. പക്ഷെ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്തു? അവിടെ കൂടി. എത്രയായി? ഇപ്പൊ 92 ആയി. അപ്പൊ നമ്മൾ ഇന്ത്യൻ റുപ്പി എത്ര കൊടുക്കണം? നമുക്ക് 92,000 രൂപ കൊടുത്താൽ മാത്രമേ എന്ത് വരിക? അവർക്ക് ഇവിടെ $1,000 ഈക്വൽ ആവും. 92,000 കൊടുത്താൽ മാത്രമേ $1,000 ഈക്വൽ ആവും. എത്രയാണ് ഡിഫറൻസ്? 1000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? അധികം കൊടുത്താലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഇവർക്ക് ആ ഒരു പറഞ്ഞ എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 1000 രൂപ എക്സ്ട്രാ കൊടുക്കും. ഈ ഒരു എമൗണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് അധികം നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ് 1000 എന്ന് പറയുന്നത്. അത് നമുക്ക് ലോസ് ആണ്. ഓക്കെ, നമുക്കത് ലോസ് ആയി. ഇനി ഇതേപോലെ ഞാൻ തിരിച്ചു വരാണ്. നമ്മൾ പർച്ചേസ് ചെയ്തപ്പോ 92 പേയ്മെന്റ് ചെയ്യുമ്പോൾ 91 ആണെന്ന് വിചാരിക്കാം. അപ്പം 1000 രൂപ നമ്മൾ കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ്? ഇത് ഗെയിൻ ആണ്. ഓക്കെ, ഇത് ഗെയിൻ ആണ്. അതേപോലെയാണ് സെയിലിന്റെ കേസിലേക്ക് വരുമ്പോൾ അധികം നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഗെയിന്, കുറവ് എമൗണ്ട് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ലോസും ആയിരിക്കും. ഗെയിനും ലോസും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗെയിനും ലോസും നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ പർച്ചേസും സെയിൽസ് ഒക്കെ ചെയ്ത സമയത്ത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ ഗെയിനും ലോസും സെപ്പറേറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യും. അതിന് പറയുന്ന പേരാണ് ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് അക്കൗണ്ടും അതുപോലെ ഗെയിൻ ഓൺ എക്സ്ചേഞ്ച് റേറ്റ് അക്കൗണ്ടും. ഇവിടുത്തെ കേസിൽ എന്താണ്? ലോസ് ആണ് വന്നിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് അക്കൗണ്ടിൽ വേണം ഈ 1000 രൂപ നമ്മൾ എന്താണ് കാണിക്കാനായിട്ട്, റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു 2 ലെഡ്ജർ അക്കൗണ്ട്സ്, GL അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് അക്കൗണ്ടും അതേപോലെ ഗെയിൻ ഓൺ എക്സ്ചേഞ്ച് റേറ്റ് അക്കൗണ്ട് FS00ന്റെ ഈ 2 GL അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നോർമൽ നമ്മൾ എക്സ്പെൻസ് ഇൻകം ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ലോസ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു എക്സ്പെൻസ് ആണ്. ഗെയിൻ എന്ന് പറയുന്നത് ഇൻകം ആണ്. അപ്പം ഹെഡിങ് കൊടുക്കാം, ക്രിയേറ്റ് GL അക്കൗണ്ട്സ് ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് അക്കൗണ്ട് ആൻഡ് ഗെയിൻ ഓൺ എക്സ്ചേഞ്ച് റേറ്റ് അക്കൗണ്ട് FS00. Create GL accounts, also exchange rate account, and get exchange rate FS00. Okay, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. FS00ലേക്ക് വരാം. ലോസ് ഓൺ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം അക്കൗണ്ട് ഗ്രൂപ്പ് എക്സ്പെൻസ് ആണ്. P&L അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, നെയിം കൊടുത്തു. ഇനി കൺട്രോൾ ഡാറ്റയിലേക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ലൈൻ റേറ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ സോർട്ട്ക്ക് 001 കൊടുക്കാം. ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G001 കൊടുക്കാം.
ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G001. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സേവ് ചെയ്യാം. ഇനി അടുത്തത് ഗെയിൻ ആണ്. അത് ഇൻകത്തിന്റെ അണ്ടറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻകം ഗെയിൻ ഓൺ എക്സ്ചേഞ്ച് റേറ്റ് കൺട്രോൾഡ് ചെയ്ത് വരാം. അവിടെ ലൈനായിട്ട് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. സോർട്ട് കീ 001. അതുപോലെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G001. ഓക്കെ, ഇത് സേവ് ചെയ്യും. 2 ലെറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് അടുത്തത് വരുന്നത് ഇത് അസൈൻ ചെയ്യാനുള്ളതാണ്. അതായത് നമ്മള് ലോസ് ആണ്, പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഗെയിൻ, പ്രോഫിറ്റ് മീൻസ് ഗെയിൻ ആണ് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അസൈൻ ചെയ്ത് വന്നു. അതായത് നമ്മളുടെ പർച്ചേസ് റേറ്റ്, പേയ്മെന്റ് റേറ്റ് നമ്മളുടെ ഡിഫറൻസ്, ഗെയിൻ ആണെങ്കിൽ ഗെയിൻ വന്നു വരും, ലോസ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലോസ് ആണ് വരുന്നത്. സെയിൽ ചെയ്യുമ്പോൾ സെയിം എഫക്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് അസൈൻ GL അക്കൗണ്ട്സ് ഫോർ ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ് OBA1. Assign GL account for automatic posting OBA1 ചെയ്യും. OBA1. ഓക്കെ, ഇതില് KDF എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഓപ്പൺ ചെയ്യും. KDF എന്ന് പറഞ്ഞ ഈ ഒരു ട്രാൻസാക്ഷൻ ടൈപ്പ് ഓപ്പൺ ചെയ്യും. KDF ഈ ഒരു ട്രാൻസാക്ഷൻ ടൈപ്പ് ഓപ്പൺ ചെയ്യും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവും. ഇപ്പൊ ഇവിടെ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കും, അതിവിടെ കൊടുക്കുക. എന്നിട്ട് എൻട്രി അടിക്കാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എൻട്രി അടിക്കാം. എന്നിട്ട് ഇവിടെ ന്യൂ എൻട്രീസ് എടുക്കാം. ന്യൂ എൻട്രീസ് എടുക്കാം. ഓക്കെ, ഇവിടെ GL അക്കൗണ്ട് എന്നുള്ളത് ആദ്യം സൺട്രി ക്രെഡിറ്ററുടെ അക്കൗണ്ട് സെലക്ട് ചെയ്തെടുക്കാം. സൺട്രി ക്രെഡിറ്റർ. GL അക്കൗണ്ട് എന്നുള്ളത് സൺട്രി ക്രെഡിറ്ററുടെ ലെഡ്ജർ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ലോസ് എന്നുള്ളത് നമ്മൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് അതൊക്കെ സെലക്ട് ചെയ്തെടുക്കുക. ലോസ് ഓൺ ലോസ് സെലക്ട് ചെയ്യാം. ഗെയിൻ എന്നുള്ളത് ഗെയിൻ ഓൺ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ലോസ് എന്നുള്ളത് ലോസിന്റെ അക്കൗണ്ടിൽ ലെഡ്ജർ അക്കൗണ്ട് സെലക്ട് ചെയ്തെടുത്തു. ഗെയിൻ എന്നുള്ളത് ഗെയിൻ ലെഡ്ജർ സെലക്ട് ചെയ്തെടുത്തു. അപ്പൊ ഇത്രയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് GL അക്കൗണ്ട്സ് സൺട്രി ക്രെഡിറ്റർ ലെഡ്ജർ കൊടുത്തു. ലോസ് എന്നുള്ളത് ലോസ് ലെഡ്ജർ സെലക്ട് ചെയ്തെടുത്തു. ഗെയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സൺട്രി ഡെബിറ്റർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നെക്സ്റ്റ് എൻട്രി എടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് സൺട്രി ഡെബിറ്റർ ചെയ്യണം. അപ്പൊ അതിന് നെക്സ്റ്റ് എൻട്രി എടുക്കുക. എന്നിട്ട് ഇവിടെ സൺട്രി ഡെബിറ്റർ സെലക്ട് ചെയ്തു. സൺട്രി ഡെബിറ്റർ അടിച്ചു. ഓക്കെ, ഇവിടെ ലോസിന്റെ ലെഡ്ജർ, ഇവിടെ ഗെയിൻ ലെഡ്ജർ 305. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യാം. രണ്ടും ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്യാം. രണ്ടും അസൈൻ ചെയ്തു. സൺഡേ ഡെപ്റ്ററേയും അസൈൻ ചെയ്തു. സൺഡേ ക്രെഡിറ്ററേയും അസൈൻ ചെയ്തു കൊടുത്തു. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യും. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് നേരെ നമ്മൾ
പർച്ചേസ് ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യും. ഇനി വ്യത്യാസമൊന്നുമില്ല, നമ്മൾ നോർമലി പർച്ചേസ് ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യുന്ന പോലെ പർച്ചേസ് ചെയ്യാം. അതേപോലെ അതിന്റെ പേയ്മെന്റ് ഈ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സെയിൽസും ചെയ്യുന്നത് കേട്ടോ. സെയിൽസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഈ ചെറിയൊരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം സംഭവം ഞാൻ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ സെയിം സാധനം നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യും. ഈ എക്സാമ്പിൾ പറഞ്ഞ സെയിം കാര്യം നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് റെക്കോർഡ് ചെയ്യാം. F-43 പോയിട്ട് പർച്ചേസ് ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യാം. F-43 എടുക്കുക. ഡേറ്റ് നമുക്ക് 1-ാം തീയതി കൊടുക്കാം. 1/2026. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് പർച്ചേസ് റെക്കോർഡ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഡേറ്റ് തന്നെ റെക്കോർഡ് ചെയ്യാം കേട്ടോ. പഴയ ഡേറ്റ് കൊടുക്കാം, കറണ്ട് ഡേറ്റ് തന്നെ ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ USD എന്നാക്കാം, US ഡോളർ ആക്കാം. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് മാറ്റി കൊടുക്കാം, US ഡോളർ ആക്കാം. കറൻസി എന്നുള്ളത് US ഡോളർ ആക്കി നമ്മൾ അങ്ങോട്ടാണ്. അപ്പൊ എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ക്രെഡിറ്ററെ സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ ആർക്കാണോ ആരുടെ കയ്യിലാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ ക്രെഡിറ്ററെ അവിടെ കൊടുക്കും. എമൗണ്ട് എത്രയായിരുന്നു, 1000 US ഡോളർ ആണ്. അപ്പൊ 1000 തന്നെ ടൈപ്പ് ചെയ്യാം. 1000 US ഡോളർ കൊടുക്കുക. ഇവിടെ കൊടുക്കുമ്പോൾ US ഡോളറിലുള്ള എമൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് ബിസിനസ് ഏരിയ കൊടുക്കാം. അതിനുശേഷം ഇവിടേക്ക് ഒരു ഡേറ്റ് കൊടുക്കുക. ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുത്താൽ മതി. ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ക്രെഡിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് പർച്ചേസ് കൊടുത്തു. ഇവിടെ പേയ്മെന്റ് വേണ്ട, അത് കേട്ടോ. എമൗണ്ട് കൊടുത്തു, ബിസിനസ് ഏരിയ അത് തന്നെ. ഇവിടെ ബില്ലിംഗ് ഡേറ്റ് ഒന്നുകൂടെ കൊടുത്തു. ദെൻ ടെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യണം. പർച്ചേസിന് നമുക്ക് ഡെബിറ്റ് ചെയ്യണം. 40 കൊടുത്തു. പർച്ചേസ് ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പേയ്മെന്റ് ടേംസ് ഒന്നും വേണ്ട. എമൗണ്ട് കൊടുക്കാം, ബിസിനസ് ഏരിയ, ടെക്സ്റ്റ് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് കാണാം എമൗണ്ട് ഇൻ ലോക്കൽ കറൻസി 92 ആണ്. ഓക്കെ, 92 ആണ്. ഇത് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഡോക്യുമെന്റ് അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. ഡോക്യുമെന്റ് വാസ് പോസ്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. നമുക്കിവിടെ 92% ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് 93 ആക്കി. പേയ്മെന്റ് കൊടുക്കുമ്പോൾ 93,000 എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. 92 93. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ പർച്ചേസ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 92,000 നമ്മൾ പേയ്മെന്റ് നോൺ ഡ്യൂ എന്ന് പറഞ്ഞാൽ വന്നിരുന്നത് പർച്ചേസ് ചെയ്തത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇന്ത്യൻ കറൻസിയിലാണ് കണ്ടോ. എമൗണ്ട് ഇൻ ലോക്കൽ കറൻസിയിലായിരിക്കും നമ്മുടെ എമൗണ്ട് റിഫ്ലക്ട് ചെയ്യാം. ലോക്കൽ കറൻസി ഞാൻ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കറൻസിയിൽ ലോക്കൽ കറൻസി എന്താണ് കമ്പനി കോഡ് കറൻസിയിലൊക്കെ നമുക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. 92,000 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പേയ്മെന്റ് റെക്കോർഡ് ചെയ്യണം അല്ലെ. പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ ചെയ്യണം F-53 വരാം. F-53 നമുക്ക് ഇതിന്റെ പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാം. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് മാറ്റി കൊടുക്കണം. ഇപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് എത്രയുള്ള 92 ആണ്. അതെന്താക്കി മാറ്റണം, 93 ആക്കി മാറ്റണം. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് 92 എന്നുള്ളത് മാറ്റി
93 ആക്കി മാറ്റും. അതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അത് റെക്കോർഡ് ചെയ്യാനായിട്ട് OB 08 വരിക. OB 08. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് പൊസിഷൻ എടുക്കാം. OB 08 വരെ. എന്നിട്ട് നമ്മളെ എക്സ്ചേഞ്ച് റേറ്റ് മാറ്റമുണ്ട്. പർച്ചേസ് ചെയ്തപ്പോൾ സെയിം എക്സ്ചേഞ്ച് റേറ്റ് തന്നെയല്ല നമ്മൾ എന്താണ് പേയ്മെന്റ് കൊടുക്കുമ്പോഴുള്ളത് എങ്കിൽ ആ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യണം, ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി OB 08 വരും. OB 08. ഇവിടെ നമ്മൾ ന്യൂ എൻട്രീസ് കൊടുത്ത് ചെയ്യണമെന്നില്ല. നമ്മളൊരു ഒറിജിനൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂ എൻട്രീസ് വെച്ചിട്ടാണ് ചെയ്തത്. കാരണം നമുക്ക് പൊസിഷൻ വെച്ച് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടില്ല. പൊസിഷൻ വെച്ച് ചെയ്താൽ മതി. എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് M എന്ന് കൊടുക്കാം. എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പ് M എന്ന് കൊടുക്കാം. നമ്മുടെ എഡ്യൂക്കേഷൻ വെർഷൻ ആയിരുന്നു നമുക്ക് പൊസിഷൻ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഫ്രം കറൻസി USD എന്ന് കൊടുത്തു. ടു കറൻസി INR കൊടുക്കും. വാലിഡ് ഫ്രം എന്നുള്ളത് ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് വാലിഡ് ഫ്രം എക്സ്ചേഞ്ച് റേറ്റ് ടൈപ്പിന് അവിടെ M എന്ന് കൊടുത്തു. ഫ്രം കറൻസി USD ടു കറൻസി INR. വാലിഡ് ഫ്രം എന്നുള്ളത് കറന്റ് ഡേറ്റ് കൊടുക്കുക. എഡ്യൂക്കേഷൻ വെർഷൻ ആയതുകൊണ്ടാണ് നമ്മൾ പൊസിഷൻ എടുത്തത്. നോർമലി ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ എൻട്രീസ് വെച്ചിട്ടാണ് ചെയ്തത്. നമുക്കത് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചത് എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, എൻ്റർ അടിച്ചു. അപ്പൊ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ 92 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് കാണാൻ പറ്റും. ഇപ്പൊ എത്ര റേറ്റ്? 93. അതാണ് 92 എന്ന് മാറ്റി 93 കൊടുക്കുക. നമ്മൾ ചെയ്ത് ഏറ്റവും ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അത് 92 മാറ്റി 93 കൊടുത്തു. സേവ് ചെയ്യും. ഓക്കെ, ദാറ്റ് വാസ് സേവ്ഡ്. സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇനി പേയ്മെന്റിലേക്ക് വരാം. F-53 കറണ്ട് ഡേറ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ കറൻസി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. US ഡോളർ. ഓക്കെ, കറൻസി ചേഞ്ച് ചെയ്യാം. അക്കൗണ്ട് എന്നുള്ളത് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം. അക്കൗണ്ട് എന്നുള്ളത് ബാങ്ക് അക്കൗണ്ട്. ബിസിനസ് ഏരിയ കൊടുക്കാം. എമൗണ്ട് കൊടുക്കാം. എമൗണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? US ഡോളറിലുള്ള എമൗണ്ട് കൊടുക്കാം 1000. എമൗണ്ട് കൊടുക്കുമ്പോൾ US ഡോളറിലെ എമൗണ്ട് കൊടുക്കാം 1000. ഇനി ടെക്സ്റ്റ് കൊടുക്കാം. പേയ്മെന്റ് കൊടുക്കാം. ഓക്കെ, ഡേറ്റ് കൊടുത്തു. കറൻസി എന്നുള്ളത് USD കൊടുത്തു. അക്കൗണ്ട് കൊടുത്തു. ടെക്സ്റ്റ് കൊടുത്തു. ബിസിനസ് ഏരിയ എമൗണ്ട് കൊടുക്കും. ഇനി ഇവിടെ നമ്മളെടുത്ത് നമ്മളുടെ ക്രെഡിറ്ററെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ അക്കൗണ്ട് എന്നുള്ളത് ക്രെഡിറ്ററെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. ഡേറ്റ്, കറൻസി റേറ്റ് ശ്രദ്ധിച്ചു കൊടുക്കാം. അക്കൗണ്ട് എന്നുള്ളത് ബാങ്കിന് കൊടുക്കുക. എമൗണ്ട് കൊടുക്കുക. ബിസിനസ് ഏരിയ, ടെക്സ്റ്റ്, അതുപോലെ അക്കൗണ്ട് എന്നുള്ളത് കൺസംബ്ലി ക്രെഡിറ്ററുടെ അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് നേരെ പ്രോസസ് ഓപ്പൺ ഐറ്റംസ് എടുക്കാം. പ്രോസസ് ഓപ്പൺ ഐറ്റം. പ്രോസസ് ഓപ്പൺ ഐറ്റംസ്. ഓക്കെ, നമ്മൾ നേരത്തെ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിരുന്ന മാത്രം ആക്റ്റീവ് സ്റ്റാറ്റസ് ഇടാം. ബാക്കിയെല്ലാം ഇൻആക്റ്റീവ് സ്റ്റാറ്റസ് ഇടണം. ഇവിടെ എമൗണ്ട് കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഓൾ ബാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സോറി നോട്ട പ്രൈവറ്റിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് ഇവിടെ 1 by 1 ആയിട്ട് കാണിക്കും. അതെല്ലാം എന്ത് ചെയ്യാം? ഇൻആക്റ്റീവ് ആക്കുക. എല്ലാം കാണിക്കുന്നത് US ഡോളറിലായിരിക്കും കേട്ടോ. എമൗണ്ട് എല്ലാം വരുന്നത് പഴയതാണെങ്കിൽ പോലും നമ്മൾ ഇന്ത്യൻ കറൻസി ചെയ്തത് പോലെ ഇപ്പോഴും എന്താ കാണിക്കുക? US കറൻസിയിലായിരിക്കും കാണിക്കുക. ഒരു ക്യാഷ് ഡിസ്കൗണ്ട് ഒന്നും വേണ്ട.
ഈ ക്യാഷ് ഡിസ്കൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം ആക്റ്റീവ് സ്റ്റാറ്റസ് കിട്ടും. ഇത് മാത്രം ആക്റ്റീവ് സ്റ്റാറ്റസ് ഇട്ട് ബാക്കിയെല്ലാം ഇൻആക്റ്റീവ് സ്റ്റാറ്റസിലേക്ക് ഇട്ടിട്ടുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം amount entered 1000 ആണ്, amount assigned 1000 ആണ്. ഓക്കെ, amount 1000 ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റിയാൽ സേവ് ചെയ്യും. ഓക്കെ, ഇവിടെ SBI എത്ര വന്നു? 1000 വന്നു. നോൾട്ട പ്രൈവറ്റ് ലിമിറ്റഡ് 1000 പറഞ്ഞു വന്നു. അതേപോലെ തന്നെ ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഇതാ നോൾട്ട പ്രൈവറ്റ് ലിമിറ്റഡ് 1000, ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് 0 എന്നാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് നോൾട്ട SBI 1000 എൻട്രി ഇങ്ങനെ വരും. അതായത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 0 എന്ന് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ US ഡോളറിലാണ് കാണിച്ചിട്ടുള്ളത്, റുപ്പിയിലല്ല കാണിച്ചത്. രണ്ടും US ഡോളർ 1000 എന്നാണ് കാണിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് 0 എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യാം, കറൻസിയിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡിസ്പ്ലേ കറൻസി കൊടുത്താൽ മതി. നമ്മുടെ ലോക്കൽ കറൻസിയിലേക്ക് അത് ഡിസ്പ്ലേ ആയിരിക്കും. ഇത് US ഡോളറിലാണ്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേ കറൻസി കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് ഡിസ്പ്ലേ ആവും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം SBI 93,000, നോൾട്ട പ്രൈവറ്റ് ലിമിറ്റഡ് 92,000. അടുത്ത എൻട്രി അടിച്ചാൽ മതി കേട്ടോ. എൻട്രി അടിക്കുമ്പോൾ നെക്സ്റ്റ് ലൈൻ കാണാം ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് 1000. എൻട്രി എങ്ങനെ വരും? എൻട്രി വരിക ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയായിരിക്കും? നോൾട്ട പ്രൈവറ്റ് ലിമിറ്റഡ് അക്കൗണ്ട് ലെറ്റർ ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് അക്കൗണ്ട് ലെറ്റർ 1000 ടു SBI 33,000. ഓക്കെ, നമ്മൾ ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ ഏതിലേക്ക് ചെയ്യുന്നത്, സേവ്സ് ലെഡ്ജർ ചെയ്യുന്നത്. ഇവിടെ നമ്മളായിട്ട് എന്ത് ചെയ്യുന്ന കാര്യമില്ല, ഇത്രയാണ് ലോസ് അല്ലെങ്കിൽ ഇത്രയാണ് ഗെയിൻ എന്ന് നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. നമ്മളുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. BN1 എടുക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സേവ് ആയിട്ടില്ല. സേവ് ആകാത്തത് കൊണ്ടാണ് ഓപ്പൺ ഐറ്റം കിടക്കുന്നത്. amount 1000, ബിസിനസ് ഏരിയ റിലേറ്റഡ് ഫീൽഡ് ഫില്ല് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് നെഗറ്റീവ് ആക്കി, ഇത് നെഗറ്റീവ് ആക്കി. കളയാം. എല്ലാം കളഞ്ഞു, സേവ് ചെയ്തു, ഡിസ്പ്ലേ കറൻസി ആക്കി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ റിക്വേർഡ് ഫീൽഡ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ ജസ്റ്റ് ലോസ് ഓൺ
ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലോസ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി സേവ് ചെയ്താണ്. അപ്പൊ ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിപ്പോർട്ടിലേക്ക് വന്നിട്ട് ജസ്റ്റ് അനലൈസ് കൊടുക്കാൻ നോക്കണേ. അതാണ് നമുക്ക് നേരത്തെ കാണിച്ചിട്ട്. അപ്പൊ എന്തായാലും അതോടെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ ഐറ്റം ഒന്നുമില്ല, അതോടെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ എന്താണ് മൾട്ടി കറൻസിയിൽ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്. സെയിം രീതിയിൽ തന്നെയാണ് സെയിൽസ് വരിക. അതായത് നമ്മൾ F-22 പോയിട്ട് നമ്മൾ സെയിൽസ് റെക്കോർഡ് ചെയ്യാം. സെയിൽസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് US അല്ലെങ്കിൽ ഏതാണോ അവരുടെ കറൻസി, ആ ഒരു കറൻസി റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ F-28 പോയിട്ട് പേയ്മെന്റ് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കേസ് സ്റ്റഡിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്, നോക്കാനായിട്ടുള്ളത്. ആ കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് ചെയ്യാനായിട്ടുള്ള കേസ് സ്റ്റഡി ഫസ്റ്റ് നമുക്ക് ഒരു പർച്ചേസ് റെക്കോർഡ് ചെയ്യണം. ടിമ്മർമാൻ ഇൻഡസ്ട്രീസ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ദെൻ പർച്ചേസ് ചെയ്യുന്നു, അതിന്റെ സ്പോട്ടിൽ തന്നെ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണ്. ട്രക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മളത് സ്പോട്ടിൽ തന്നെ പേയ്മെന്റ് കൊടുത്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാണ്. ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യാം. അതിന്റെ എമൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്, ഡോളറിലാണ് എമൗണ്ട്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ അതിന്റെ പേയ്മെന്റ് കൊടുക്കും. പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. കൂടിയിട്ടുണ്ട് എക്സ്ചേഞ്ച് റേറ്റ്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് സെയിലാണ്. സെയില് എത്രയാണ് നമുക്കുണ്ട്, 156 ആണ്. ആ സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഇമ്പോസിറ്റ് ആഡഡ് ആണ്. ദെൻ അത് നോക്കിയിട്ട് നമ്മൾക്ക് പേയ്മെന്റ് നമ്മൾ കൊടുത്തു. പേയ്മെന്റ് കൊടുത്തപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യും. ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനായിട്ടുള്ള കേസ് സ്റ്റഡി. ഫസ്റ്റ് പർച്ചേസ് റെക്കോർഡ്, സ്പോട്ട് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ക്രെഡിറ്റ് പർച്ചേസ്, അതിന്റെ പേയ്മെന്റ്, ക്യാഷ് പർച്ചേസ്, അതിന്റെ പേയ്മെന്റ്. അപ്പൊ സ്പോട്ട് പേയ്മെന്റ് കൊടുക്കുമ്പോൾ എന്താണ്, അതിന്റെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, ഗെയിനോ ലോസോ ഒന്നും വരുന്നില്ല. നേരെ നമുക്ക് റെക്കോർഡ് ചെയ്ത് പോയാൽ മതി. ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഓൺലൈനിലുള്ളവർ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. സെൻട്രസിലൊക്കെ മീറ്റിംഗ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.